Good morning, class. We will continue with the next few consonant sounds. Previous class we dealt with few sounds. The sounds that were already introduced to you were per sound, b sound, t sound, d sound, k and g sound. ഇത്രയും സൗണ്ട്സാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നത്. All these sounds come at the beginning, in the middle and at the end of a word. Now moving on to the next three sounds. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 3 സൗണ്ട്സ് എന്ന് പറയുന്നത് മ സൗണ്ട്സ്, ന സൗണ്ട് ആൻഡ് ഗ സൗണ്ട്സ്. ഓക്കെ, ഈ 3 ശബ്ദങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ ആയിട്ടുള്ള 3 സൗണ്ട്സ് ആണ്. ദ ഫസ്റ്റ് സൗണ്ട് ഇസ് മ സൗണ്ട്. മ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മലയാളത്തിൽ മാ എഴുതിയിട്ട് ചന്ദ്രക്കല ഇടുന്നതാണ് മ സൗണ്ട്സ്. ഓക്കെ, അപ്പോൾ മ വെച്ചിട്ടുള്ള വേർഡ്സ് എന്തൊക്കെയാണ്? മേ ബി അറ്റ് ദ ബിഗിനിങ്ങിലുണ്ടാവാം, മിഡിലുണ്ടാവാം, ആൻഡ് ഇറ്റ് കുഡ് കം അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ് ആസ് വെൽ. സോ മ ബിഗിനിങ്ങിൽ വരുന്ന മോർ, യു ഹാവ് മാൻ, മോസ്റ്റ്, മെറ്റ്, മഡ് എക്സെട്ര. അങ്ങനെ എല്ലാ ശബ്ദവും ശ്രദ്ധിച്ചാൽ മതി, എല്ലാ വേർഡ്സും ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മ സൗണ്ട് കംസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്സ്. മ എഴുതിയിട്ട് ചന്ദ്രക്കല ഇടുന്നത്. Then there are words where you have mer sound in the middle of a word. For example, hammer, camel, humble, animal, etc. അവിടെയൊക്കെ എന്താണ് mer sound? It is sandwiched between few other sounds. വേറെ കുറച്ച് ശബ്ദങ്ങളുടെ in betweenലായിട്ടാണ് നമ്മൾ mer ശബ്ദം കേൾക്കുന്നത്. And finally you have mer sound at the end of a word. ഒരുപാട് വേർഡ്സ് ഉണ്ടല്ലേ. You have words like dam, some, gem, dim, come, etc. കേൾക്കുന്ന ശബ്ദം അവസാനമായിട്ട് ഉച്ചരിച്ച് കേൾക്കുന്ന ശബ്ദം ഏതാണ്? മ ശബ്ദമാണ്. ആൻഡ് റിമെമ്പർ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ പറഞ്ഞു തന്നകൾക്ക് സ്മോൾ ലെറ്റർ എം വിത്തൗട്ട് എനി ഡെക്കറേഷൻ, റണ്ണിങ് ലെറ്ററിൽ എഴുതാൻ പാടില്ല. ക്യാപിറ്റൽ ലെറ്റർ എം എഴുതാൻ പാടില്ല. എനി സോർട്ട് ഓഫ് ഡെക്കറേഷൻ ഇസ് പ്രൊഹിബിറ്റഡ്. അപ്പം സ്മോൾ ലെറ്റർ എം ഇൻ ബിറ്റ്വീൻ ദോസ് ലൈൻസ്. ഇങ്ങനെ വേണം മ സൗണ്ട് എഴുതാനായിട്ട്. Now moving on to the next sound, which is ന sound. രണ്ടാമത്തെ ശബ്ദം എന്ന് പറയുന്നത് ന സൗണ്ട് ആണ്. വളരെ സിമ്പിളാണല്ലേ, ന എഴുതിയിട്ട് ചന്ദ്രക്കല എഴുതുന്നതാണ് ന സൗണ്ട് എന്ന് പറയുന്നത്. This particular sound also come at the beginning, middle and end of a word. For example, nice. Nice എന്ന് പറയുമ്പോൾ ന സൗണ്ട് എവിടെയാണ് കേൾക്കുന്നത്? തുടക്കത്തിലാണ് കേൾക്കുന്നത്. There are other words like nail, net, നയൻ എക്സെട്ര. അവിടെ എന്താണ്? ന സൗണ്ട് ബിഗിനിങ്ങിൽ തന്നെയാണ് വരുന്നത്. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് KNOW, നോ എന്ന് പറയുന്ന വേർഡ്, ആ നോ എന്ന് പറയുന്ന വേർഡിൽ കെ ആണ് ആദ്യത്തെ ലെറ്റർ എങ്കിലും ഉച്ചരിച്ച ശബ്ദം ഏതാണ്? ന ആണല്ലേ, നോ. അപ്പോൾ എന്താണ്? ദ ലെറ്റർ ഡസൻറ്റ് മാറ്റർ. കെ ഈസ് ഓട്ടോമാറ്റിക്കലി സൈലൻറ്റ് ദെയർ. അവിടുത്തെ ശബ്ദം ആദ്യം കേൾക്കുന്നത് എന്താണ്? ന സൗണ്ടാണ്. ന എൻ ലെറ്റർ രണ്ടാമത്തെ ആണെങ്കിലും കേൾക്കുന്ന ശബ്ദം ആദ്യം എന്താണ്? ന സൗണ്ടാണ്. ദെൻ ദർ ആർ വേർഡ്സ് ലൈക്ക് ലുണ, സണ്ണി, ഇന്നർ, മെനി, ഇനഫ്. അവിടെയൊക്കെ എന്താണ്? ന സൗണ്ട് ഇൻ ബിറ്റ്വീനിൽ തന്നെയാണ് കേൾക്കുന്നത്. ശബ്ദം ഇൻ ബിറ്റ്വീനിൽ ഉച്ചരിച്ച് കേൾക്കുകയാണ്. ദെൻ ദർ ആർ വേർഡ്സ് ലൈക്ക് ക്യാൻ, ഡെൻ, പിൻ, സൺ, ഫൺ. അവിടെയൊക്കെ എന്താണ്? ന സൗണ്ട് ഏറ്റവും അവസാനമാണ് ഉച്ചരിച്ച് കേൾക്കുന്നത്. എങ്ങനെയാണ്? ക്യാൻ, CAN, ക്യാൻ. ലെറ്റർ എന്നും ഉച്ചരിച്ച് കേൾക്കുന്ന ശബ്ദവും അവിടെ എന്താണ്? ഏറ്റവും അവസാനം തന്നെയാണ്. ദെൻ യു ഹാവ് വേർഡ്സ് ലൈക്ക് ഡെൻ, യു ഹാവ് പിൻ, യു ഹാവ് സൺ, യു ഹാവ് പൺ, എക്സെട്ര. അടുത്തത് മൂന്നാമത്തെ സൗണ്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ ഇസ് ങ സൗണ്ട്. ആൻഡ് ഹൗ ഡു യു റൈറ്റ് ങ സൗണ്ട്? ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എഴുതുന്നതിനേയും കാട്ടി, അല്ലെങ്കിൽ ആർ എഴുതുന്നവണക്ക് എഴുതിയിട്ട് ആ റൈറ്റിലെ വര അങ്ങോട്ട് തിരിച്ചെഴുതുന്ന കണക്ക് നീട്ടി അങ്ങോട്ട് എഴുതുന്ന അതിനെയാണ് ങ സൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് യു ഹാവ് ടു ഡ്രോ ദാറ്റ് ലൈൻ. ഐ ഫോർഗോട്ട് ടു ഡ്രോ ദ ലൈൻ. മയും നയും രണ്ട് വരയ്ക്കകത്തല്ലേ, അതുപോലെ തന്നെ ങ സൗണ്ടും അതുപോലെ തന്നെയാണ് വരേണ്ടത്. ഇനി ഈ ങ സൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ങ സൗണ്ട് ബിഗിനിങ് ഓഫ് എ വേർഡ് പലപ്പോഴും വരാറില്ല, ഒരിക്കലും വരാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. It comes in the middle of a word and it comes at the end of a word, not at a beginning of a word. ഇവിടെ തന്നെ ഞാൻ തന്നിരിക്കുന്ന വേർഡ്സ് ഒക്കെ എന്താണ്? at the end of a word ആണ്. King,
മലയാളത്തിൽ എഴുതുമ്പോഴും എന്താണ് ഗ എന്ന് പറഞ്ഞ ശബ്ദം തന്നെ ഉണ്ടല്ലേ മലയാളത്തിൽ. റിങ്, വിങ്, സിങ്, സോങ്, എക്സെട്ര. Then there are words like longing, longing. ആ ng് ശബ്ദം 2 പ്രാവശ്യം വരുന്നുണ്ട്, മിഡിലും വരുന്നുണ്ട് അവസാനവും വരുന്നുണ്ട്. പിന്നെ ടങ്, പിന്നെ ടങ്ങിൽ അവസാനമാണ് വരുന്നത്. കിങ്ലി, കിങ്ലിയിലും അവിടെ എന്താണ് ng് സൗണ്ട് സാൻഡ്വിച്ച് ബിറ്റ്വീൻ കിങ് ആൻഡ് ലീ. അപ്പം ആ കീ എന്നുള്ള സൗണ്ടിൻ്റെ ലീയുടെ സൗണ്ടിൻ്റെ ഇൻ ബിറ്റ്വീനിലാണ് ng് ശബ്ദം വന്നിരിക്കുന്നത്. സോ റിമെമ്പർ, ng് സൗണ്ട് നമ്മൾ പലപ്പോഴും എന്താണ് മിഡിലും ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ്. എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് തന്നെ എഴുതണം. എന്നെ എഴുതുന്ന കണക്ക് അല്ലെങ്കിൽ ആറ് എഴുതുന്ന കണക്ക് എഴുതിയിട്ട് ആ റൈറ്റിലെ വരയും കൂടെ നീട്ടി ഇച്ചിരി അകത്തോട്ട് കയറ്റണം. ദാറ്റ് ഈസ് ദ ng് സൗണ്ട്. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സൗണ്ട്, ഹ സൗണ്ട് ആൻഡ് ല സൗണ്ട്. ആദ്യം നമുക്ക് ഹ ശബ്ദം നോക്കാം. എങ്ങനെയാണ് എഴുതുന്നത്? സ്മോൾ ലെറ്റർ എച്ച് ആണ് എഴുതുന്നത് ഇൻ ബിറ്റ്വീൻ ദോസ് ലൈൻസ്. അപ്പോൾ സ്മോൾ ലെറ്റർ എച്ച് വളരെ സിമ്പിളായിട്ടുള്ള മലയാളത്തിലുള്ള ഒരു ശബ്ദമാണ്. ഹ ശബ്ദം എങ്ങനെയാണ് വരുന്നത്? ഹ എഴുതുക, എന്നിട്ട് ചന്ദ്രക്കല കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിൽ ഹ ശബ്ദം. ഞാൻ മലയാളം പറഞ്ഞിരുന്നത് എന്താണ്, നിങ്ങൾ ആ ശബ്ദങ്ങൾ ഓർത്ത് വെൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, മലയാളം ഇക്വലൻറ്റ് സൈഡിൽ നോട്ടിൻ്റെ സൈഡിലും കാണാം എഴുതി വെക്കണം എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇൻ കോൺസണൻറ്റ് സൗണ്ട്സ്. പക്ഷേ വവൽസും ഡിഫ്തോങ്ങും വരുമ്പോൾ ഇറ്റ് വിൽ ബി ബിറ്റ് മോർ ഡിഫിക്കൽട്ട്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു മലയാളത്തിൽ ഇക്വലൻറ്റ് സൈഡിൽ എഴുതി വയ്ക്കുന്നത് കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ. ഹ സൗണ്ട് വരുന്ന വേർഡ്സ്, ഹ സൗണ്ട് വരുന്ന വേർഡ്സിൽ ബിഗിനിങ്ങിലും വരാം, മിഡിലും വരാം. ഫോർ എക്സാമ്പിൾ ഹോട്ട് എങ്ങനെയാണ്? ഹ ഒ ടി അല്ലേ. അപ്പം അവിടെ ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താണ്? ഈ ഒരു ഹ സൗണ്ടാണ്. അടുത്ത വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹോൾ, WHOLE അല്ലേ, അല്ലെങ്കിൽ HOLE ഹോൾ. 2 ഹോൾ ആണെങ്കിലും WHOLEയിൽ ആദ്യത്തെ ലെറ്റർ W ആണെങ്കിലും നമ്മൾ ഉച്ചരിച്ച് കേൾക്കുന്ന ശബ്ദം ഏതാണ്? H ആണ് അല്ലേ. അപ്പം അതാണ് പറയുന്നത്, ലെറ്റർ ഡസൻറ്റ് മാറ്റർ, ശബ്ദമാണ് ഇമ്പോർട്ടൻറ്റ്. ദർ ആർ ദ വേർഡ്സ് ലൈക്ക് ഹെയർ, ഹെഡ്, ഹൂ. ഹൂയിൽ എവിടെയാണ്? WHO. W ആണ് ആദ്യത്തെ ശബ്ദം ലെറ്റർ എങ്കിലും കേൾക്കുന്ന ശബ്ദം എന്താണ്? H ആണ്. ദെൻ യു ഹാവ് ഹെൻ, ഹിഡ്സ്, എക്സെട്ര. അവിടേക്ക് ഹ ശബ്ദം എന്താണ്? അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. ദെൻ ദർ ആർ വേർഡ്സ് ലൈക്ക് എഹെഡ്, ബിഹൈൻഡ്, ബിഹേവ്, പിന്നെ പെർഹാപ്സ്. അവിടെയൊക്കെ എന്താണ്? ഹ സൗണ്ട് അറ്റ് ദ ഇൻ ദ മിഡിൽ ഓഫ് എ വേർഡാണ് വരുന്നത്. എ ഹെഡ് അല്ലേ, എയും ഹെഡിൻ്റെയും ഇൻ ബിറ്റ്വീനിലാണ് ഹ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത്. ബിഹൈൻഡ്, ബിയുടെയും ഐൻഡിൻ്റെയും ഇൻ ബിറ്റ്വീനിലാണ് ഹ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹ സൗണ്ട് എവിടെ വന്നിട്ടുണ്ട്? തുടക്കത്തിലും വന്നിട്ടുണ്ട്, മിഡിലും വന്നിട്ടുണ്ട്. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സൗണ്ട്, യു ഹാവ് ല സൗണ്ട്. എന്താണ് ശബ്ദം? ല. മലയാളത്തിൽ ല എഴുതിയിട്ട് ചന്ദ്രക്കല ഇടുന്നത് തന്നെയാണ് ല സൗണ്ട് എന്ന് പറയുന്നത്. നോട്ട് എ ക്യാപിറ്റൽ ലെറ്റർ എ, നോട്ട് എ ഡെക്കറേറ്റഡ് ഓർണമെൻറ്റഡ് ആയിട്ടുള്ള റണ്ണിങ് ലെറ്ററിലുള്ള എൽ അല്ല, പക്ഷേ ജസ്റ്റ് ഒരു വരെയുള്ള സ്മോൾ ലെറ്റർ എല്ലാണ് എന്തെന്ന് പറയുന്നത് ല സൗണ്ടിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സൗണ്ടാണ് അല്ലേ, മലയാളത്തിലുള്ള ശബ്ദമാണ്. വിച്ച് ക്യാൻ കം അറ്റ് ദ ബിഗിനിങ്, ഇൻ ദ മിഡിൽ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ്. ബിഗിനിങ്ങിൽ വരുന്ന കുറച്ച് വേർഡ്സ് ലൈവ്, LIVE, ലൈവ്, അല്ലെങ്കിൽ ലീവ്, LEAV, ലീവ്, ലേൺ. അവിടെയൊക്കെ എന്താണ്? ല സൗണ്ട് എന്തിലാണ് വരുന്നത്? തുടക്കത്തിലാണ് വരുന്നത് അല്ലേ. നൗ യു ഹാവ് വേർഡ്സ് ലൈക്ക് വാലി, വാലി. ആ വാ സൗണ്ടിൻ്റെയും ഈ സൗണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിലാണ് എന്ത് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത്? ല സൗണ്ട് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ യു ഹാവ് വേർഡ്സ് ലൈക്ക് ഫീലിങ്സ്, ഫീലിങ്സ്. കറക്റ്റ് ഒത്ത നടുക്കായിട്ടാണ് ല ശബ്ദം വന്നിരിക്കുന്നത്. ദെൻ യു ഹാവ് വേർഡ്സ് ലൈക്ക് വില്ലിങ്, ബലൂൺ. അവിടെയൊക്കെ എന്താണ്? ല സൗണ്ട് മിഡിലാണ് വന്നിരിക്കുന്നത്. വാലി, നമ്മുടെ PPTയിൽ കൊടുത്തിരിക്കുന്നത് വാലി. അവിടെ വാ സൗണ്ടിൻ്റെയും ഈ സൗണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ ല സൗണ്ട് സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ദർ ആർ വേർഡ്സ് ലൈക്ക് ഫീൽ, ഫെൽ, ഡോൾ, സെൽ. അവിടെയൊക്കെ എന്താണ്? ല സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ല സൗണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? തുടക്കത്തിലോ മിഡിലോ എൻഡിനോ വരാൻ പറ്റും. ഓക്കെ, അപ്പം റിമെമ്പർ ദ സൗണ്ട്സ് ദാറ്റ് വി ലേൺ ടുഡേ. മ, ന, ങ. അത് പ്രോപ്പറായിട്ട് തന്നെ എഴുതി പഠിക്കണം ആ ങ സൗണ്ടൊക്കെ.
her and slur. These are the words that we are going to learn today. Okay, thank you. Hello class. The three sounds that we will learn today is were sound, fur sound and ver sound. ഈ were soundum ver soundum കുറച്ച് സിമിലർ ആണ്. എസ്പെഷ്യലി ഇറ്റ്സ് എ ബിറ്റ് കൺഫ്യൂസിങ് ഫോർ മലയാളീസ്. കാരണം നമുക്ക് മലയാളത്തിൽ ഇതിന് ഈക്വലൻ്റ് എന്ന് പറയാവുന്നത് എന്താണ്, വാ എന്ന് പറയുന്ന ശബ്ദം ഇട്ടിട്ട് ഒരു ചന്ദ്രക്കലയാണ്. അപ്പം നമ്മൾ എപ്പോഴും എന്താണ് വാ ശബ്ദമായിട്ടാണ് പറയുന്നത്. പക്ഷേ on the other hand, in English you have two different sounds, two different variants for that, which is were and ver. Now how do you differentiate these two sounds, small letter w and small letter v? When you produce the sound were, small letter w on produce in the samayathu, what you have to do is you have to round your lips. ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് പ്രാക്ടീസ് ദിസ് ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. ഓക്കെ, were എന്ത് ചെയ്യാണ്, ലിപ്സ് റൗണ്ട് ചെയ്യാണ്. ഓൺ ദി അതർ ഹാൻഡ് വെൻ യു ആർ പ്രൊനൗൺസിങ് ദ ver സൗണ്ട്, ആ ഒരു സ്മോൾ ലെറ്റർ വി ശബ്ദമാണ് വരുന്നതെങ്കിൽ എന്താണ് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, വാട്ട് വി ഡു ഇസ് വി സ്പ്രെഡ് അവർ ലിപ്സ്. നമ്മുടെ ലിപ്സ് സ്പ്രെഡ് ചെയ്യാണ്. ver അതും മിററിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചെന്ന് നിന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ടു യു പീപ്പിൾ. ഓക്കെ, അപ്പം ആദ്യത്തെ ശബ്ദം സ്മോൾ ലെറ്റർ w ആണെങ്കിൽ ver സൗണ്ട് ആൻഡ് ദി അതർ ഇസ് ver സൗണ്ട്. ഓക്കെ, now moving on to words with ver sound, w വെച്ചിട്ടുള്ള ശബ്ദങ്ങൾ എന്തൊക്കെയാണ്? വെരി കോമൺ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ടല്ലേ. യു ഹാവ് വാച്ച്, വാട്ടർ, വെയിറ്റ്, വാട്ട്, വേജ് എക്സെട്ര. അവിടെയൊക്കെ ആദ്യം കേൾക്കുന്നത് എന്താണ്, നമ്മൾ ചുണ്ടുകൾ റൗണ്ട് ചെയ്ത് വരുന്ന ver സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. then there are other words like worry, quick, ക്വിക്കിലാണെങ്കിൽ എന്താണ് രണ്ടാമത്തെ ശബ്ദമാണ് ver സൗണ്ട്. സ്ക്വയർ, അവിടെയും എന്താണ് രണ്ടാമത്തെ ശബ്ദം. ട്വിങ്കിൾ, അവിടെയും ver സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ, റൗണ്ടഡ് ഫോമിൽ. ഓൺ ദി അതർ ഹാൻഡ് ver ശബ്ദം, ഇനി ver സൗണ്ട് കേൾക്കുന്നത് ലിപ്സ് സ്പ്രെഡ് ചെയ്ത് കേൾക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? യു ഹാവ് വേർഡ്സ് ലൈക്ക് വാൻ, സ്കൂൾ വാൻ എന്ന് പറയാറില്ലേ, വാൻ്റെ അവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ലിപ്സ് റൗണ്ട് ചെയ്യല്ലോ, വാൻ എന്നുള്ള പറയുന്നു. വി സേ ഇറ്റ് ആസ് വാൻ where we spread our lips. Wine, very, I am very happy, very, view, etc. Ver sound beginning vannittund, went, vault, veil, then it comes in the middle, lover, revel, and ver sound comes at the end of a word. So ver, etc. dove, etc. love, love എന്നാണ് നമ്മൾ മലയാളികൾ പറയുന്നില്ല, ഇത് പക്ഷേ ഇത് പ്രൊനൗൺസിയേഷൻ ഇസ് ലവ്. ഓക്കെ, അപ്പം അതാണ് ver സൗണ്ടും ver സൗണ്ട് തമ്മിലുള്ള ഡിഫറെൻറ്റ്. Now moving on to the third sound, which is fur sound. ഫ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലൊരു അക്ഷരമില്ലേ, ആ ഫ എഴുതിയിട്ട് ചന്ദ്രക്കല ഇടുന്നതാണ് അടുത്ത ശബ്ദം എന്ന് പറയുന്നത് ഫ. ആൻഡ് കോമൺ സൗണ്ട്സ് നമുക്കറിയാവുന്ന ശബ്ദമാണ് ഫേസ്, ഫാൻ, ഫീറ്റ്. അതിലൊക്കെ എന്താണ് ശബ്ദവും ലെറ്ററും എഫ് തന്നെയാണ് അല്ലേ. പക്ഷേ ഇതൊരു വേർഡ്സ് ലൈക്ക് ഫോൺ, PHONE, അവിടെ PH ആണ് എന്ത് ലെറ്റേഴ്സ് എങ്കിലും ദ സൗണ്ട് ദാറ്റ് വി പ്രൊഡ്യൂസസ് ഫ. ഫോബിയ, PHOBIA, ഫോബിയ, ഫോട്ടോ. അവിടെയും എന്താണ് PH ആണ് ലെറ്റേഴ്സ് എങ്കിലും ദ സൗണ്ട് ദാറ്റ് വി പ്രൊഡ്യൂസസ് ഫ. ദെൻ മീഡിയനിൽ ഇൻ ബിറ്റ്വീനിൽ വരുന്ന വേർഡ്സ് ഉണ്ട്. സഫർ, സഫർ, അവിടെ എന്താണ് എഫ് സൗണ്ട് അല്ലെങ്കിൽ ഫ സൗണ്ട് ഇൻ ബിറ്റ്വീനിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വേഫർ, സോഫ്റ്റി, സിംഫണി, അവിടെയൊക്കെ ഫ സൗണ്ട് ദറ്റ് ഈസ് സാൻഡ്വിച്ച് ബിറ്റ്വീൻ അതർ സൗണ്ട്സ്. And there are words like laugh, LAUGH. GH ആണ് ലെറ്റേഴ്സ് എങ്കിലും ഒരു ബന്ധവുമില്ലാത്ത ശബ്ദമാണല്ലോ ഇംഗ്ലീഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈ? ഇംഗ്ലീഷ് ഇസ് നോട്ട് എ ഫോണറ്റിക് ലാംഗ്വേജ്. ലാഫ്, ലിംഫ്, കഫ് എക്സെട്ര. അവിടെയൊക്കെ ഫസ്റ്റ് സൗണ്ട് എവിടെയാണ് വന്നിരിക്കുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡാണ് വന്നിരിക്കുന്നത്. അപ്പം റിമെമ്പർ എന്തൊക്കെ സൗണ്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്? വേർ സൗണ്ട്, ഫർ സൗണ്ട് ആൻഡ് ver sound. Okay.